RSS ഗവർണറുടെ പുതിയ ഭാരതാംബ തന്ത്രത്തിൽ നാട്ടുകാർ അങ്ങോട്ട് വീഴേണ്ടതില്ല. ആ ഭാരതാംബ തന്ത്രം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ ആ ഭാരതാംബ പൂജിക്കൽ നടത്താൻ തൽക്കാല സൗകര്യമില്ല എന്നറിയിച്ചത്. അതിൻ്റെ പേരിൽ ഇതാ ഭാരതാംബയെ അപമാനിച്ചു, അവഹേളിച്ചു എന്ന പേരിലൊക്കെ RSSകാർ കാളവാല് പൊക്കി ചാടും പോലെ ചാടുന്നുണ്ട്. ഒരു കാര്യമില്ല. കാളവാല് പൊക്കുന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഒരു കാര്യമേ ഉള്ളൂ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഭാരതാംബയുടെ ചരിത്രമെന്ന് നാട്ടുകാർ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതാംബയുടെ ചിത്രം വരച്ച ടാഗോറിൻ്റെ മരുമകൻ ഉദ്ദേശിച്ചതൊന്ന്, സവർക്കർ ഈ നാട്ടിൽ കൊണ്ടുവന്ന മറ്റൊരു ഭാരതാംബ വേറൊരു ഉദ്ദേശമാണ്. ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത് അല്ലെങ്കിൽ ഷൂ നക്കിയതിന് ശേഷം ഒരു ഭാരതാംബയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ആൻഡമാൻ ജയിലിൽ നിന്ന് മാപ്പെഴുതി തളർന്ന് പുറത്തേക്ക് വന്ന് മാപ്പ് കണ്ട് മടുത്ത് ബ്രിട്ടീഷുകാർ പുറത്തേക്ക് വിടുന്ന സന്ദർഭത്തിൽ പുറത്തു വന്നൊരു ഭാരതാംബയെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരെ കൂടി സഹായിക്കാൻ വേണ്ടിയാണ്. ആ ഭാരതാംബയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണർ സവർക്കറുടെ പിൻഗാമിയായിട്ട് അതേ പോളിസിയുമായിട്ട് വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷ സർക്കാർ അതിനോട് തൽക്കാലം യോജിക്കാൻ പറ്റില്ല എന്ന പരസ്യ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ വീഡിയോ നിങ്ങളെ ബോധ്യപ്പെടുത്തരും. രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിക്കടക്കം വേദിയിൽ ഇനി മുതൽ ഭാരതമാതാവ് ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സർക്കാർ നീക്കങ്ങൾ നിർണായകമാണ്. രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഒരെണ്ണം പ്രേക്ഷകർ കാണുന്നത് RSSന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയാണ്. ഈ ഭാരതാംബ യഥാർത്ഥത്തിൽ VD സവർക്കർ 1920കളുടെ അവസാനം കൊണ്ടുവരുന്ന ആശയമാണ്. അഖണ്ഡ ഭാരതം എന്നുള്ള പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും ആ ആശയത്തിൻ്റെ ഭാഗമായി ഇതിനകത്തൊരു ഭാരതാംബ എന്നൊരാശയം കൊണ്ടുവരികയും ചെയ്യുന്നത്. അത് 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം ദശകം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വരുന്നത്. എന്നാൽ മറുഭാഗത്ത് നോക്കൂ, ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകൻ അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രമാണ് ഈ ഭാരതാംബ. യഥാർത്ഥത്തിൽ അബനീന്ദ്രനാഥ ടാഗോറിന് ഈ ആശയം കിട്ടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ്, വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠ് എന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠ് എന്ന നോവലിൻ്റെ ഒരു ഭാഗത്ത് ഈ ഭാരത് മാതയെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡായി, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അബനീന്ദ്രനാഥ ടാഗോർ ഈ ഭാരതാംബയുടെ ചിത്രം വരയ്ക്കുന്നത്. ഈ ഭാരതാംബയുടെ ചിത്രമല്ല ഒരു ഹൈന്ദവ പുരാണങ്ങളിലും ഹൈന്ദവ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും ഭാരതാംബ എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. അത് VD സവർക്കർ കൊണ്ടുവരുന്നൊരു ആശയമാണ്. VD സവർക്കർ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ചിത്രത്തിനെ മാറ്റി ഈ ചിത്രത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നവുമല്ല എന്നുള്ളത്. അതിൻ്റെ ചരിത്രം ഇത്രയേ ഉള്ളൂ. മുൻപ് ടാഗോറിൻ്റെ മരുമകൻ സൃഷ്ടിച്ചിട്ടുള്ള ഭാരതാംബയും ഈ കാവിക്കൊടി ഏന്തിയ അഖണ്ഡ ഭാരതത്തിൽ നിൽക്കുന്ന ഭാരതാംബയും തമ്മിൽ പുലബന്ധമില്ല. ഒന്നിനെ മറ്റൊന്നാക്കി ചിത്രീകരിച്ച് സംഘീയ ആശയം നാട്ടിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും തന്ത്രം ഈ നാട്ടിൽ പയറ്റാൻ ശ്രമിച്ചാൽ ഈ നാട് അത് തൽക്കാലം അംഗീകരിക്കാൻ പോകുന്നില്ല. സംഘികളുടെ കുബുദ്ധി അങ്ങ് കയ്യിൽ വച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് ഈ നാടിൻ്റെ നിലപാട്. അതുകൊണ്ട് ഭാരതാംബ തന്ത്രമായിട്ടോ ഭാരതാംബ മോങ്ങലായിട്ടോ ഭാരതാംബ എന്തോ ഭാരതത്തിൻ്റെ ദൈവമാണെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളങ്ങ് വീട്ടിൽ വെച്ച് ആരാധിച്ചാൽ മതി, അല്ലെങ്കിൽ സംഘികളുടെ ശാഖയിൽ വെച്ച് ആരാധിച്ചാൽ മതി. അല്ലാതെ ഈ നാടിൻ്റെ മതേതരത്വമുള്ള സർക്കാർ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ അവിടെ ഔദ്യോഗിക പരിപാടികളിൽ മതചിഹ്നം പാടില്ല എന്ന ഭരണഘടനാ തത്വങ്ങളെ മുൻനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പരിപാടികൾ അവിടെ നടക്കില്ല തന്നെ. അതിനോട് മുഖം തിരിച്ച് രാജ്ഭവനിൽ വെച്ച പരിപാടി റദ്ദാക്കി സെക്രട്ടേറിയറ്റിൽ വെച്ച് ആ പരിപാടി നടത്താൻ കാണിക്കുന്ന ഇച്ഛാശക്തിയുടെ പേരാണ് ഈ നാട്ടിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ഭാരതാംബ മോങ്ങലുമായിട്ട് ഹിന്ദുക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കേട്ടാൽ കുറച്ച് മനസ്സിലാകും. പിന്നെ ചാണകവും ഗോമൂത്രവുമാണ് ഈ നാട്ടിലെ ഔഷധമെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടനയെന്ന് മാത്രമേ പറയാനുള്ളൂ.